ഹലോ ചിപ്പു ഇതാ ചിരിച്ചോണ്ടൊക്കെ ഇവിടെ നിൽക്കണു. അപ്പോൾ ഇത് ചിപ്പൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. എന്താ പറയുക, അപ്പോൾ ചിപ്പൂട്ടി ഒരുങ്ങിയൊക്കെ നിൽക്കുക കേട്ടോ. ഞാനും ചിപ്പൂട്ടി ഒക്കെ കൂടിയിട്ട് ഒരു സ്ഥലത്തോട്ട് പോവാണ് അല്ലേ. ഇപ്പോൾ എവിടെ പോന്ന്? സൈക്കിള് മേടിക്കാണിത്. കുറേ കാലമായി മക്കളെ ആശ പറയുന്നത്. അപ്പോൾ പോയി നോക്കട്ടെ, എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ എന്ത് ബർത്ത്ഡേ കൂടിയാണ്. അപ്പം അവള് വാക്ക് പറഞ്ഞിരിക്കുന്നത് ബർത്ത്ഡേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഷിഫാനും വരുന്നുണ്ട് വലിയ ആരും ഒരുങ്ങിയിട്ടൊക്കെ. നീ വരുന്നുണ്ടാ? ഓക്കെ, ഞങ്ങൾ പോയിട്ടുള്ള വിശേഷമൊക്കെ പറയാം. ഓക്കെ, ബൈ 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 പറഞ്ഞേ. ഹായ്. അങ്ങനെ കൂട്ടുകാരെ, ഞങ്ങൾ സൈക്കിൾ ഷോപ്പുള്ള ഷോപ്പിലെത്തി. GM സൈക്കിൾസ് പറഞ്ഞ ഷോപ്പിലാട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ താഴെ തന്നെ സ്റ്റെപ്പ് ഉണ്ട്, മേലോട്ട് കയറണം. അപ്പം മേലോട്ട് കയറുമ്പോൾ അവിടെ സൈക്കിൾ റിപ്പയറിംഗ് എന്നുള്ള ബോർഡും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റുകളുണ്ട്. അങ്ങനെ പലതരം സംഭവങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഷോപ്പാട്ടോ. പിന്നെ സ്പോർട്സിനുള്ള ബനിയനുകൾ, അതിന് പറ്റിയ ഷൂസുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആൾക്കാർ കുട്ടികൾക്ക് കൊടുക്കണേ പറ്റിയ കിടുമാസ് ഐറ്റം സാധനങ്ങളുണ്ട്. ചെറിയ വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വാഹനങ്ങളുടെ രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ നോക്കാനാണ്. എല്ലാ സൈക്കിളും ചുറ്റി നടന്ന് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷോറൂം എല്ലാം അടുക്കി ചിട്ടയോടെ വെച്ചിട്ടുണ്ട്. പല പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള സൈക്കിൾ ഓരോ ഭാഗത്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞു മക്കൾക്ക് തൊട്ടിട്ട് വലിയ ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റിയ വലിയ വലിയ സൈക്കിളിന്റെ ശേഖരം വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ സ്പോർട്സ് പോലെയൊക്കെ രാവിലെയൊക്കെ ആൾക്കാർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സൈക്കിളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. വലിയ ടയറായിട്ട് അങ്ങനത്തെ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചുമന്ന നിറത്തിൽ നമ്മുടെ ഈ വാഹനം കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ നരസിംഹത്തിലെ ലാലേട്ടന്റെ വണ്ടി പോലെ തോന്നി. കുട്ടികൾക്കൊക്കെ കയറി ഓടിക്കാൻ പറ്റിയ ഒരു വാഹനം കൂടി കേട്ടോ അത്. അങ്ങനെ ചിപ്പൂട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഞങ്ങൾ ആദ്യം നീല എടുത്തു. അത് ടാറ്റ കമ്പനി. അതിന് ഇച്ചിരി പൈസ കുറവുണ്ട്, പക്ഷെ ചിപ്പൂട്ടിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റോസ് കളറുള്ള വണ്ടി കേട്ടോ. അതിന്റെ സപ്പോർട്ട് അപ്പുറം ഇപ്പുറം ഓരോ ടയർ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഓടിക്കാനും താഴെ വീഴാനും വളരെ സൗകര്യമാണ്. ചിപ്പൂട്ടിക്ക് പിന്നെ കുറച്ചൊക്കെ സൈക്കിൾ ഓടിക്കാൻ അറിയാം. വീട്ടിലൊരു പാട്ട സൈക്കിൾ ഉള്ളതുകൊണ്ട് അവൾ അതിനകത്ത് തന്നെ എപ്പോഴും ഓടിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് എന്നോട് ആഗ്രഹം പറയുന്നതാണ്. എനിക്കൊന്ന് 3 വയസ്സ് തൊട്ട് പറയാൻ തുടങ്ങിയതാണ്. എന്നെ കൊണ്ട് കൂട്ടിയെ കൂടാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ 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 പറഞ്ഞ ഇപ്പം ഞാനത് എങ്ങനെയോ ഒരെണ്ണം മേടിച്ചു കൊടുത്തു കേട്ടോ. 2 പേർക്ക് വെച്ച് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അവർക്കും കൂടി കയറാൻ പറ്റിയ തരത്തിലുള്ള സൈക്കിൾ കൂടി കേട്ടോ അത്. വീട്ടിൽ അത് പടിയും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് സൈക്കിളിനുള്ള എല്ലാ ഫിറ്റിങ്സും അതുപോലെ സൈക്കിൾ റിപ്പയറിംഗ് ഒക്കെ ഈ ഷോപ്പിൽ ഇതാണ്. അപ്പൊ മറക്കണ്ട, GM എന്ന് പറഞ്ഞ ഷോപ്പാട്ടോ. അങ്ങനെ സൈക്കിൾ അവിടെ വെച്ച് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഏകദേശം വൈകുന്നേരം 6 മണിയായപ്പോഴാട്ടോ ഞങ്ങൾ അവിടെ വന്നത്. സൈക്കിളിന്റെ പൈസ എല്ലാം കൊടുത്ത് ഞങ്ങൾ പുറത്ത് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പൊ ഈ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരാവൂര് ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ നേരെ കൊട്ടിയൂർക്ക് പോകുന്ന വഴിക്ക് ആദ്യം കാണുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. നേരെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ പെട്രോൾ പമ്പ് നേരെ ഓപ്പോസിറ്റിലാട്ടോ ഈ ഷോറൂം. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി ഷോറൂമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വില്ലേജ് ഓഫീസ്. അതിന്റെ തൊട്ട് താഴെയാണ് നമ്മുടെ റേഷൻ കട. മനസ്സിലായില്ലേ? അപ്പം പേരാവൂരിന്ന് ബസ് സ്റ്റാൻഡ് നേരെ കൊട്ടിയൂർക്ക് പോകുന്നത് ഇവിടെ. പിന്നെ ഞങ്ങൾ ധീമ ഓവൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബേക്കറി കയറിയിട്ട് കുട്ടികൾക്ക് വേണ്ട ഐസ്ക്രീമും ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബർത്ത്ഡേ വിചാരിച്ച് കേക്ക് മുറിക്കലും പരിപാടിയൊന്നും ഞങ്ങളുടെ അടുത്ത് ഇല്ല കേട്ടോ. അതുകൊണ്ട് ശിഫാനൊക്കെ ഭയങ്കര സന്തോഷമായി. പുറത്തു പോയിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ പുറത്തു കിട്ടുന്നത്. ഇവരൊക്കെ സംബന്ധിച്ച് പുറത്തങ്ങനെ പോക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് പോയി ഒരു ദിവസം കുറച്ച് നേരം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ലൈക്ക് തരിക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരിക കേട്ടോ. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് കാസിം ഭായി വരാം. എല്ലാവരോടും ടാറ്റാ.